സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു പാതയാണിത്. ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് കുട്ടികളും രക്ഷിതാക്കളും ഒപ്പം തന്നെ ഇത് കാണാനെത്തിയവരുമെല്ലാം വിവിധ വേദികളിലേക്കൊക്കെയായി പോകാൻ പോകുന്നത് റോഡിലേക്ക് ഇറങ്ങുന്നത് ഈ വഴിയിലൂടെയാണ്. പക്ഷേ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തെ ഒരു സ്ലാബിൻ്റെ അവസ്ഥയാണിത്. കണ്ടില്ലേ, ധാരാളം കുട്ടികൾ ഒരുമിച്ച് പോകുന്ന ഒരിടമാണ്. ഒരാളുടെ കാല് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പോകും, ആ പരുവത്തിലാണ്. ഈ ഭാഗത്ത് ഈ ഓടകളെല്ലാം ഇങ്ങനെ തന്നെയാണ്, മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. കുട്ടികളുടെ ആരുടെയെങ്കിലും കാൽ ഇതിനകത്ത് പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കലോത്സവം നടക്കുമ്പോൾ ഇതൊക്കെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി നൂറുകണക്കിന് കുട്ടികളാണ് ഒരേ സമയം പോകുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായും ഈ ഓടയ്ക്കുള്ളിൽ കാല് പോകാനുള്ള ഒരവസ്ഥയാണുള്ളത്. നമുക്കറിയാം, ഈ ഓട കണ്ടില്ലേ, ഇതിനകത്ത് നിഷ്പ്രയാസം കാല് പോകാനുള്ള സാധ്യതയുണ്ട്. വലിയൊരു വിടവ് തന്നെയാണ് ഇവിടെയുള്ളത്. ആ വിടവ് നമുക്ക് കാണാം. ദേ കണ്ടില്ലേ, ഇത്രയും വലിയ, വേണമെങ്കിൽ കാല് ഇതിനകത്തേക്ക് ഇങ്ങനെ പോകും. ഒരുപക്ഷെ ആളുകൾ ഇറങ്ങി വരുമ്പോൾ അറിയാതെ ഇതിനകത്തേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. ഇത് തീർച്ചയായിട്ടും അധികാരികളുടെ ഭാഗം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ലാബില് വീഴും, മറ്റു സംഭവങ്ങളൊക്കെ അപകടം സംഭവിക്കും പൊട്ടിക്കിടക്കുമ്പോൾ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കാതെ തിരക്കിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ അതിനകത്ത് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്നും മാറ്റണം. മാറ്റണം. അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലായിട്ട് മാറ്റണമെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, ഈ സ്ലാബ് ഇതെല്ലാം മാറ്റേണ്ടതല്ലേ ഇത്? പിന്നെ അതൊക്കെ മാറ്റാനുള്ള കാര്യങ്ങളാണ്. ഇത് ഇവിടെ മാറ്റണം. ഇത്രയും വലിയ ഇവന്റ് നടക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളുടെ കാലൊക്കെ ഇതിനകത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയാണ്. അധികാരികൾ ഏതായാലും ശ്രദ്ധിക്കുക. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഉള്ള ആ പാതയുടെ ഒരു വശത്തെ സ്ലാബുകൾ മുഴുവൻ ഇളകിക്കിടക്കുന്ന അവസ്ഥയിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുകൊണ്ടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.